വീട്ടിൽ നിന്ന് ഇച്ചിരി നേരത്തെ അങ്ങ് ഇറങ്ങും സ്കൂളിൽ പോകാൻ. എന്നിട്ട് അവിടെ എവിടെ വല്ലതുമൊക്കെ തിന്നാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒക്കെ കയറും. മഞ്ചാടിക്കായ ഉണ്ടല്ലോ അതിനും കയറും, കുളമാങ്ങായ ഉണ്ടെങ്കിൽ അതിനും കയറും. കുളമാങ്ങയോ? അതെന്തോ നമ്മുടെ സാധാരണ മാങ്ങയാണോ? പിന്നെ അമ്മൂമ്മേ, ഏ, കുളമാങ്ങന്ന് വെച്ചാൽ എന്താ സാധാരണ മാങ്ങയാണോ? അല്ല, വേറെ ഒരു മധുരവും പുളിയും കൂടെ ഒക്കെ ഉള്ളതാണ്. ആണോ? ആ ഉം. തിന്നാൻ കൊള്ളാം, ആ ചാകത്വമൊന്നുമില്ല. ഉം. പിന്നെ പിന്നെ ഈ ചീമപ്പുളി ഉണ്ടല്ലോ, ആ അതും വാടി അവിടെ വീണ് പഴുത്ത് അവിടെ കിടക്കും. അതും പെറുക്കി അങ്ങ് തിന്നാൻ ചെല്ലും. അന്നേരം ഇപ്പൊ രാവിലെ ഒന്നും കഴിക്കാതാണോ സ്കൂളിൽ പോന്നേ? രാവിലെ എല്ലാം കഴിച്ചോണ്ടിരിക്കുകയോ പോകുന്നത്, ഒന്നും തരാതെ ഒന്നും വിടത്തില്ല. എന്നാലും ഇടയ്ക്ക് ഇട്ട് പിള്ളേർ പോകുമ്പോൾ പിള്ളേരും എന്നെ വലിച്ചോണ്ട് പോകും. ഉം. പിന്നെ അടുത്തുള്ള പിള്ളേരുടെ കൂടെയൊക്കെ വിടും. എനിക്ക് ഇച്ചിരി കുസൃതിയുള്ളതുകൊണ്ട്. ആഹാ, അപ്പൊ പണ്ടും ഇപ്പോഴും കുസൃതിയാണല്ലോ. ആ ആ അവിടുന്ന് പിന്നെ അപ്പം ഞാൻ പിന്നെ എത്രാമത്തെ ആരെന്നറിയാവോ? ഇല്ല. പിന്നെ ചന്ദ്രികാമ്മ, ആ, രുക്മിണിയമ്മ, ആ സാവിത്രി അമ്മ. സാവിത്രി. അതിനകത്ത് എല്ലാം പെറുക്കിയിട്ടുകൊണ്ട് പോകും. അവിടെ ചെന്നിരുന്നുകൊണ്ട് പിന്നെ ഒന്നാമതും രണ്ടാമതും ഒക്കെ ഞാൻ ഇരിക്കത്തുള്ളൂ. ഉം. അതല്ലാതെ ഇരുന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ലപോലെ പറയുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. ആ. പക്ഷേ ഇടയ്ക്ക് ഇച്ചിരി കുരുക്കുണ്ടെന്നേ ഉള്ളൂ, കുസൃതി. ഉം. അന്നേരം ഈ പിന്നെ സാറുമാർ പറയും, ഇന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും നല്ല അടി ഒളിപ്പിക്കുമെന്ന് പറയുന്നോടെ ഞാൻ പറയും അങ്ങോട്ട് പറ. പിന്നെ സാറുമാരോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുവോ? ഏ സാറുമാരോട് ദേഷ്യപ്പെടുവോ അമ്മൂമ്മ? ഞാൻ പറയും അറിയാവുന്ന സാറുമാരാ. ആ ഞാൻ പറയും അങ്ങോട്ട് പറ. പിന്നെ അന്നേരം പറയും അച്ഛനെയും അമ്മയൊക്കെ പേടിയില്ലയോ? ഞാൻ പറയും അച്ഛനെക്കാട്ടി പേടിയാ അമ്മേ. ആ പിന്നെ അമ്മ നല്ല പിച്ച് ഞെരിടുന്ന ഉടനെ ചിലപ്പോൾ അങ്ങ് മൂത്രം അറിയാതെ ഒഴിച്ചു പോകും. അതൊക്കെ പറയും. അന്നേരം പറയും പിന്നെ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഈ കുസൃതി മാറാറായില്ലയോ? എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? പിന്നെ 3ലും 4ലും ഒക്കെ. അതൊക്കെ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? പിന്നെ 5ാം ക്ലാസ്സിൽ 4ൽ നിന്ന് ജയിച്ച് 5ാം ക്ലാസ്സിൽ കയറി എപ്പോഴാ ഞങ്ങൾ പിന്നെയും ആറന്മുളയ്ക്ക് പോകുന്നു. ആറന്മുളയിൽ എവിടായിരുന്നു അമ്മൂമ്മയുടെ സ്ഥലം? ആറന്മുളയിൽ എവിടാ? ആറന്മുള നെടുംപ്രയാറ്. ആ അല്ല, ഒരാൾ ചോദിച്ചായിരുന്നു. അപ്പൊ നെടുംപ്രയാറ് മുതുകാടത്ത് മലയിലെന്നാ വീട്ടുപേര്. ഓക്കെ. അപ്പോൾ അവിടെ പാറയുടെ റബ്ബാ. പിന്നെ അയ്യോ ഒക്കെ നല്ലതാണ്, വലിയ നല്ലപോലെ ഉണ്ടാകുകയൊക്കെ ചെയ്യുമെങ്കിലും ആ പാറയിൽ ഈ ഞൊട്ട വിടുന്ന ഇതുണ്ട്, ഞൊട്ടാനൊടിയൽ. അത് പെറിക്കാൻ ഞാനങ്ങ് കയറും. കയറുന്ന ഉടനെ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കാണുമെന്നെങ്കിൽ പറയും ഇന്നിങ്ങനെ ഇറങ്ങി വാ, ഇന്ന് നല്ല അടി തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. അടി തന്നാലും ഇങ്ങനെയൊക്കെ കയറും ഇല്ലേ? അടി തന്നാലും ഇതൊക്കെ ചെയ്യും ഇല്ലേ? അടിയോടെ പേടിയോടെ കയറുമോ? അവിടുന്ന് പിന്നെ ഞാൻ പറയും അല്ല, അവിടെ വച്ചേ പറയും എന്നെ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ഉടനെ പിന്നെ അച്ഛൻ പറയും അടിക്കത്തില്ല മോനിങ്ങ് വാ എന്ന് പറയും. അമ്മ പറയും പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോണ്ടാ പറയും 2 കൂടെ എന്ന് പറയും. അന്നേരം ഞാൻ പറയും ഈ തള്ളയല്ല എന്നെ തല്ലി ഒളിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും അങ്ങ് പോവാ എന്ന് പറയുന്നോടനെ അച്ഛൻ പറയും എൻ്റെ മോനെങ്ങും പോവല്ലേ, അച്ഛനാണ്ട മോനെ ഇവിടെ കിടത്താം എന്നും പറഞ്ഞ് അച്ഛൻ്റെ തലയിൽ ഒരു തോർത്ത് കാണും. അച്ഛൻ ആ തോർത്തെടുത്ത് അവിടെ തൂത്ത് ഉടച്ചിട്ട് അത് അങ്ങോട്ട് മടക്കി ഇടുമ്പോൾ എനിക്കൊന്ന് കിടക്കാനുണ്ട്. ഞാൻ ചെറുതല്ലയോ, എന്നെ അതിലോട്ട് കിടത്ത് 2 തുമ്പ് ഒരുപോലെ മടക്കത്തില്ല.
ഏറ്റക്കുറച്ചിലായിട്ടേ മടക്കത്തുള്ളൂ. അന്നേരം ഞാൻ അത് അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഏതാണ്ട് മടക്കിയനല്ലേ എന്നെ വഴക്ക് പറഞ്ഞേ. ഇങ്ങനെയാണോ മടക്കുന്നതെന്ന് ചോദിച്ചു. ആ അന്നേരം ഞാൻ അതേലോട്ട് കിടക്കാൻ തുടങ്ങുന്ന ഉടനെ പിന്നെ അച്ഛൻ എന്നെ വഴക്ക് പറയും, മോനെ താനെ വീഴത്തില്ലയോ നീ, ഇവിടുന്ന് താഴെ വീണാൽ പിന്നെ നീ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലൊരു പിന്നെ മുറുക്കാമ്പെട്ടിയുണ്ട്. അപ്പോൾ അതിനൊരു പിള്ളമുറിയുണ്ട്. അതിനകത്ത് പിന്നെ പൈസയും ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുന്നതാണ്. അന്നേരം ഞാൻ പറയും, ഞാൻ വീഴാതെ എൻ്റെ ഇവിടെ മുറുക്ക പിടിച്ചോളാം എന്ന് പറയും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് കാണും പിടിക്കാൻ. ഞാനത് അള്ളി പിടിച്ച് അവിടെ കിടക്കുന്ന ഉടനെ പറയും, കണ്ടോ ഒരു കിടപ്പുണ്ടോ എന്ന് അമ്മ പറയും. അമ്മ പറയുന്ന ഉടനെ പിന്നെ എൻ്റെ അച്ഛൻ പറയും, അവൾ വീഴാതിരിക്കാൻ പിടിച്ച് കിടക്കുവരുമോ, നിനക്കെന്താ, നീ നിൻ്റെ പാട് നോക്കുക എന്ന് പറയും. അന്നേരം അമ്മ പറയും, വീണേ അവിടെ കിടന്ന് പൊട്ടത്തേ ഉള്ളൂ, ഞാൻ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് പറയുന്നതാണ്. അച്ഛൻ പറയും, എൻ്റെ പൊന്നുമോനെ പിന്നെ മോൻ അങ്ങോട്ട് നീ അച്ഛനോട് ഇവിടെ വന്ന് കിടക്കാം, അതല്ലെങ്കിൽ മോൻ താഴെ വീഴും എന്ന് പറയുന്ന ഉടനെ ഞാൻ പറയും, എൻ്റെ അച്ചാച്ചൻ അവിടെ കിടന്നു, പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇതേ പിടിച്ചോളാം എന്ന് പറയും. എന്ന് പറഞ്ഞ് ഞാൻ ആ ഭിത്തിയറമ്പിലോട്ട് നീങ്ങി അവിടെ കിടക്കും. പോകുമ്പോൾ പിള്ളേരെൻ്റെ മുടിയെ പിടിച്ച് വലിക്കുന്നതോടെ ഞാൻ പറയും, എൻ്റെ മുടിയെ നങ്ങ് വിട് പിള്ളേരെ, എനിക്ക് തല നോക്കത്തില്ലയോ എന്നും പറഞ്ഞ് ഞാൻ പിള്ളേരോട് വഴക്കിടുന്നോണ്ട് സാറും ഇങ്ങോട്ട് വന്ന് പറയും, പിന്നെ നല്ല അടി ഞാൻ തരുവോടെ മിണ്ടാതിരുന്നോണം എന്ന് പറയുന്നോണെ പറയും. പിന്നെ ദേശീയഗാനം ചൊല്ലാവോ, ഞാൻ പറയും ആ ചൊല്ലാം. ആദ്യം ഞാൻ നല്ല ഈണത്തിനങ്ങോട്ട് ചെല്ലുന്ന ഉടനെ പറയും, എല്ലാം ചെയ്യും, 100 ഗുണവും ചെയ്യും, അതിൻ്റെ കൂടെ പിന്നെ വാ തോരാതെ വർത്താനവും പറയും. പക്ഷേ എല്ലാത്തിനും ഉപകരിക്കും, പക്ഷേ അനുസരണം ഇച്ചിരി പോരാ എന്ന് പറയുന്ന ഉടനെ ഞാൻ പറയും, അതിപ്പോഴും അങ്ങനെയാ എന്ന് പറയുന്ന ഉടനെ ഞാൻ പറയും, എനിക്ക് നല്ല അനുസരണയൊക്കെ ഉണ്ട്, പിന്നെ വേണ്ടാത്തതിനൊന്നും ഞാനിപ്പോൾ ആരെയും വക വെക്കത്തില്ല, അത്രേ ഉള്ളൂ കാര്യം എന്ന് പറയും. പണ്ടേ ഒരു ചട്ടമ്പി ആയിരുന്നില്ലേ? ആ ഓ ചട്ടമ്പിയല്ല, അപ്പോൾ അറിയാവുന്ന സാറുമാരും എന്തുവാ പുളാത്താനത്തെയും പിന്നെ വേൽക്കുറുപ്പ് സാറും ഒക്കെയാ. അപ്പോൾ പിന്നെ അവരെ ഇപ്പോൾ അന്നേരം പറയുന്നു വീട്ടിലോട്ട് ചെല്ലട്ടെ എന്ന് പറയുന്ന ഉടനെ ഞാൻ പറയും, അങ്ങോട്ട് പറ 2 അടി തരുമായിരിക്കും, അത്രേ ഉള്ളല്ലോ. അപ്പോൾ അടി നിസ്സാരം വന്നു നീ ചോദിക്കുന്ന ഉടനെ ഞാൻ പറയും, മേല് നോക്കുമ്പം അന്നേരം കുറച്ച് കഴിയുമ്പം അത് തൂത്ത് തുടയ്ക്കുമ്പോൾ അതങ്ങ് അതേപോലെ തെണുത്ത് കിടക്കും. പിന്നെ ഇഷ്ടംപോലെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടില്ലേ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. ഞങ്ങളുടെ അമ്മയുടെ ഒരൊറ്റ ഞെരുട് മതി തോലി പോവും. ഞാൻ എൻ്റെ അച്ഛനെ കാണിച്ച് ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് കരയെന്ന് പറഞ്ഞത്. അച്ഛൻ പറയും, മേലെ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പിച്ചേക്കരുത്, നിനക്ക് പിന്നെ പിച്ചാനല്ല ഇങ്ങനെ വളർത്തിയിടുന്നത്, നീ എന്തോ പിച്ചാണ് ഈ പിച്ചുന്നത് എന്ന് പറഞ്ഞ് അമ്മയെ അടിക്കാൻ ചെല്ലുന്നുണ്ട്. ഞാൻ പറയും, അടിക്കണ്ട അച്ഛാ, അമ്മയുടെ ദേഷ്യത്തിന് അമ്മ ചെയ്തതാണ് എന്ന് പറയുന്ന ഉടനെ എന്നാൽ ഞാൻ അടിക്കുന്നില്ല പിന്നെ എന്നും പറഞ്ഞ അച്ഛനങ്ങ് മാറുന്ന ഉടനെ അതൊക്കെ പോട്ടെ, സ്കൂളിലെ കവറിനകത്ത് മാങ്ങയൊക്കെ പെറുക്കിയിട്ടുണ്ട് പോകുന്നു പറഞ്ഞില്ലയോ? അപ്പം പുസ്തകവും ബുക്കൊന്നും ഇല്ലയോ അതിനകത്ത്? പുസ്തകം അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് ഇടും ഞാൻ, ഒരു പിന്നെ കവറിലോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും ഇടും, അതിനകത്തോട്ട് ഞാനങ്ങ് വെക്കുന്ന ഉടനെ വീട്ടിൽ നിന്ന് സെറ്റപ്പായിട്ടാ പോന്നേ. വീട്ടിൽ നിന്ന് എല്ലാം സെറ്റപ്പായിട്ടാ പോന്നേ. പിന്നെ പെൻസിൽ വെക്കാൻ വരെ സൂക്ഷ്മമായിട്ടാണ് വെക്കുന്നത്, അല്ലെ പെൻസിലിലും പേനായിക്കും ഇവിടെ പോകും. അന്നേരം 4 മണിക്ക് വിടാൻ നേരം അതിന് മുമ്പ് ഇതെല്ലാം പെറുക്കി അടുക്കി വെക്കും. ഇനി വീട്ടിൽ വന്ന് വൈകിട്ട് നാമം ചൊല്ലി കഴിയുന്ന ഉടനെ പിന്നെ പകർത്തെഴുതി വെക്കാം ഒരുങ്ങും ഞാൻ.
അപ്പം രാവിലെ എനിക്ക് നേരം കാണത്തില്ല, പല്ല് തേക്കാനും കുളിക്കാനും ഒരുങ്ങാനും ഒക്കെ നേരമുള്ളൂ. അമ്മൂമ്മയ്ക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതായിരുന്നു? എനിക്ക് പഠിക്കാനൊക്കെ ഇഷ്ടമാണ്, ഞാൻ പഠിക്കുകയും ചെയ്യും. ഒന്നാമതോ രണ്ടാമതോ അതിനപ്പുറത്തോട്ട് ഞാൻ ഇരിക്കത്തുമില്ല. അതും നിർബന്ധമാണ്. അവിടുന്ന് പിള്ളേർ പറയും അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പറയുന്നതാണ്. ഞാൻ പറയും ഞാൻ എൻ്റെ സ്ഥലത്തില്ലയോ ഇരിക്കുന്നത്, പിന്നെ ഇവിടുന്ന് ഞാൻ നീങ്ങത്തില്ല. ഞങ്ങൾക്കൊന്നും ഒന്നാമതും രണ്ടാമതും ഇരിക്കുന്ന ഇഷ്ടമേ അല്ല. ഞങ്ങളൊക്കെ പുറകിൽ മാത്രമേ ഇരിക്കത്തുള്ളായിരുന്നു. ഞങ്ങൾക്ക് ഒന്നാമതും രണ്ടാമതും ഇരിക്കുന്ന ഇഷ്ടമല്ല. അവിടുന്ന് അന്നേരം സാറ് പിന്നെ പിള്ളേർ വിളിച്ച് പറയുന്നുണ്ട്, സാറിങ്ങോട്ട് വന്ന് വടിയിട്ട് 2-3 കൊട്ടും മേശപ്പുറത്തോട്ട്. എന്നിട്ട് പറയും അവിടെ ഒതുങ്ങി പതുങ്ങിയിരുന്നോണം, അറിയാവുന്നവരായാലും അറിയാൻ വയ്യാത്തവരായാലും ഞാൻ നല്ല പെരുക്ക് വെച്ച് അടി വെച്ച് തരുമെന്ന് പറയും. ഞാൻ ഒന്നും മിണ്ടത്തില്ല, പേടിയാ സാറുമാർ. സാറുമാരോടൊക്കെ തറുതല പറയുന്ന ആളാ, പേടിയാണ്. അല്ല, അന്നേരത്തേക്കിനും മിണ്ടത്തില്ല, അത്രേ ഉള്ളൂ ചിലപ്പോഴേ. അന്നേരം പിന്നെ പിള്ളേർ പറയും ആണ്ട കണ്ടോ ഇപ്പം നല്ല പഞ്ചപാവത്തിനെ പോലെ ഇരിക്കുന്നത് കണ്ടോ, ഇനി ഇച്ചിരി കഴിയുമ്പോഴാണ് കളരുവാൾ എന്ന് പറയുന്ന ഉടനെ ഞാൻ പറയും നിങ്ങളോട് അങ്ങനെയൊക്കെ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് പിള്ളേരോടും അടിയിടുവോ? കൂട്ടുകാരോടും അടിയിടുവോ? കൂട്ടുകാരോട് ഉള്ളു. കൂട്ടുകാർ മൂത്തതൊക്കെ ആയി കൊണ്ടുപോകുന്നത്. അതിന് ഞങ്ങൾ കൊണ്ടുപോകത്തില്ലെന്ന് പറയുന്നതാണേ ഞാൻ പറയും നിങ്ങൾ കൊണ്ടുപോകണ്ടായില്ല, നിങ്ങളുടെ പുറകെ ഞാനങ്ങ് വരും. നിങ്ങൾ പോകുന്ന വഴി എനിക്കറിയാം, ഞാൻ പോകുന്ന പുറകന് അങ്ങ് വരും എന്ന് പറയും. അങ്ങനെ ചോദിക്കും വള്ളത്തെ കയറാൻ നേരവും. വള്ളത്തിലൊക്കെ കയറിയാണോ അമ്മൂമ്മ സ്കൂളിൽ പോയത്? ഞങ്ങളുടെ പുഞ്ചയുടെ അവിടെ ചെല്ലുമ്പോൾ വള്ളം കയറിയ അക്കരെ ഇറങ്ങാനൊക്കത്തുള്ളൂ, വെള്ളമാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ കൊട്ടമുടുക്കെ കൂടെ പോകാം.